ഗുരുവായൂർ ദേവസ്വത്തിലെ പണം ഇടപാടുകളിൽ ഗുരുതര വീഴ്ചയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. ഡിജിറ്റൽ പണം ഇടപാടുകൾ കുറ്റമറ്റതല്ല എന്ന് ഹൈക്കോടതി. QR കോഡ് ഉൾപ്പെടെ വഴിപാട് കളക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പണം ശേഖരിക്കുന്നതിൽ സംവിധാനം പരാജയമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഓഡിറ്റ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നാളെ ഹാജരാകണം. ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞിരിക്കുന്നു. രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകും. രേഷ്മ, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരിടുന്ന കാണിക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എണ്ണുന്നതിൽ തൊട്ടങ്ങോട്ട് പല രീതിയിലും വലിയ ക്രമക്കേടുകൾ ഉണ്ടായെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിച്ചത്? പറയും. ഗൗതം, ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ, അതിന്റെ പണമിടപാടുകളിൽ വലിയ രീതിയിൽ അസ്ഥിരത ഉണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് വിഭാഗം ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അത് പരിശോധിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഈ ഓഡിറ്റ് വകുപ്പിന്റെ സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ട് ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്താനായിട്ടുള്ള നിർദ്ദേശം ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്കും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഈ 2011-12 മുതൽ 2019-20 കാലഘട്ടം വരെ ഏകദേശം 54 കോടി രൂപ സംബന്ധിച്ച് ഓഡിറ്റ് വിഭാഗം എതിർപ്പുകൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും തന്നെ തീർപ്പാക്കിയിട്ടില്ല. 107 കോടി രൂപയാണ് നഷ്ടക്കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും ഹൈക്കോടതി വിമർശന രൂപേണ പരാമർശം നടത്തിയിട്ടുണ്ട്. ഈ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് പല പണമിടപാടുകളും, അതായത് വഴിപാട് ഇടപാടുകളൊക്കെ തന്നെ QR കോഡ് വഴിയും മറ്റ് POP എന്നുള്ള സംവിധാനം വഴി അങ്ങനെ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇടപാടുകൾ നടക്കുന്നത്. പക്ഷേ ഈ ഇടപാടുകളിലൂടെ ശേഖരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തുന്ന തുക അത് കൃത്യമായിട്ട് കുറ്റമറ്റ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അത് ഓഡിറ്റ് വിഭാഗം തന്നെയാണ് അത്തരത്തിലുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. 43 വർഷമായിട്ട് വിലപിടിപ്പുള്ള പല വസ്തുക്കളുടെയും ഭൗതികമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ള കാര്യവും ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, ഇനി ഒരു കുറ്റമറ്റൊരു സംവിധാനം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കണം. ഒരു സമഗ്രമായിട്ടുള്ള ഡിജിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഗുരുവായൂർ ദേവസ്വത്തിൽ നടപ്പിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പ്രവർത്തനങ്ങളും ഉടനടി നടത്താനായിട്ടുള്ള നിർദ്ദേശവും ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്ക് ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം ഗൗതം, പല പണമിടപാടുകളും ഗുരുവായൂർ ദേവസ്വത്തിൽ കൃത്യമായിട്ട് നടക്കുന്നില്ല, അതിൽ ചില ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള ഒരു ആക്ഷേപം ഹൈക്കോടതിയിലടക്കം വന്നിരുന്നതാണ്. അതിനിടയിൽ തന്നെയാണ് ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് നടത്തുകയും അതിൽ ചില ക്രമക്കേടുകളും അല്ലെങ്കിൽ ചില അസ്ഥിരത അല്ലെങ്കിൽ മറ്റ് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കണ്ടെത്തൽ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പോരായ്മകളൊക്കെ തന്നെ പരിഹരിക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ ഓഡിറ്റിന്റെ സ്ഥിതി എന്താണെന്ന് അറിയിക്കാനായിട്ടാണ് സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറോട് നേരിട്ട് ഹാജരാകാനായിട്ടുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. നാളെ ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ ഹാജരാകുന്ന വേളയിൽ ഇപ്പോൾ ഏത് വിധത്തിലാണ് ഓഡിറ്റ് നടക്കുന്നത്, എത്രത്തോളം രേഖകൾ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി കൈമാറിയിട്ടുണ്ട്, ഇതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ബോധിപ്പിക്കുകയും വേണം. ഗൗതം, അതായത് രേഷ്മ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് മുൻ സർക്കാർ, അതായത് പിണറായി സർക്കാരിന്റെ കാലത്തും പിന്നീട് ഈ ഭരണമാറ്റം വന്നതിന് ശേഷവും ഗുരുവായൂരിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയ റിപ്പോർട്ടല്ലേ കോടതിക്ക് മുമ്പാകെ വെച്ചിരിക്കുന്നത്? അതെ ഗൗതം, അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഓഡിറ്റിലടക്കം വലിയ രീതിയിൽ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്രമക്കേടുകളും വീഴ്ചകളും സാമ്പത്തികമായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ ഹൈക്കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഓഡിറ്റ് വിഭാഗത്തോട് നിലവിലുള്ള എല്ലാ കണക്കുകളും ബോധിപ്പിക്കാനും നിലവിൽ എത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള വീഴ്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം വർഷങ്ങളിൽ എത്രത്തോളം വീഴ്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യം ഹൈക്കോടതിയിലെ ഓഡിറ്റ് വിഭാഗം സത്യവാങ്മൂലമായിട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ 43 വർഷമായിട്ട് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഭൗതിക പരിശോധന നടത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ എത്രത്തോളം വീഴ്ച അവിടുത്തെ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്ക് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. QR കോഡ് ആണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും വഴിപാട് നേർച്ചയ്ക്കൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ പണം
എവിടെ വരുന്നു, എത്രത്തോളം ശേഖരിക്കപ്പെടുന്നു, എത്ര പണം വരുന്നു, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള കണക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഗുരുവായൂരിലെ പണ ഇടപാടുകളിൽ വലിയ ദുരൂഹതയുണ്ട്. അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നു എന്ന ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.